ശബരി കെയർ റൈസ് വിതരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ പറയുന്നു. കേന്ദ്രത്തിൻ്റെ ഭാരതരി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള സംഭവമാണ്. സബ്സിഡി സാധനങ്ങൾ പലതും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയിട്ടുണ്ടെന്നും മന്ത്രി 24നോട്. കേരളത്തിന്റെ സ്വന്തം കെയർ റൈസ് അത് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിലാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. മിസ്റ്ററെ, ഇന്ന് വിതരണം തുടങ്ങുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പേര്. എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അത് പരിഹരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിലൂടെയാണ്. എന്നാൽ FCIയിൽ നിന്ന് നമുക്ക് ഇന്നലെ വരെ ലഭിച്ചിരുന്ന ഏലത്തിൽ പിടിക്കാൻ കഴിയുന്ന OMS സ്കീം, അതിൽ കേരളത്തെ ഗവൺമെൻറ്റിനെ ഒഴിവാക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഒഴിവാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള നാഫെഡ് വഴി 18 രൂപ 59 പൈസയ്ക്ക് അതേ അരി ഇപ്പോൾ നൽകുകയാണ്. അവർ മാർക്കറ്റിലേക്ക് 18 രൂപ 59 പൈസയ്ക്ക് വാങ്ങി 29 രൂപയ്ക്ക് നമ്മുടെ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ആ ഭാരതരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഒരു നിലപാട് ആ സമയത്ത് ഗവൺമെൻറ്റും സപ്ലൈകോയും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടുന്ന അരി നമുക്ക് എന്ത് വില കൊടുത്ത് സംഭരിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് കേരളത്തിലെമ്പാടും സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ ശബരി കെയർ റൈസ് എന്ന പേരിൽ 29 രൂപ 30 രൂപ നിരക്കിൽ മട്ടയും ചമ്പാവരി വിതരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ടുള്ളത്. സപ്ലൈകോ തിരിച്ചുവരവിലേക്കാണ്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്കും പരമാവധി വില കുറച്ചും കേരളത്തിലെ എല്ലാ കാർഡുടമകൾക്കും നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 3-4 ഇനം സാധനങ്ങൾ വന്നു കഴിഞ്ഞു. ബാക്കി സപ്ലയർമാരുമായിട്ട് സംസാരിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വേഗത്തിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. പത്രത്തിലാണ് കെയർ റൈസ് അത് ഇന്നു മുതൽ വിതരണം ചെയ്യും. അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നതാണ് മന്ത്രി ജി.ആർ. അനിലും നമ്മളോട് വ്യക്തമാക്കുന്നത്. റിജോയ്ക്കൊപ്പം അഖിൽ ഷാ, അൻസാർ, 24. റഫീഖിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, SKN ജോലി തിരക്ക് കാരണം ഇടയ്ക്കിടയ്ക്ക് താങ്കളെ ചൊറിയാൻ പറ്റുന്നില്ല. അല്ല, അതിൽ താങ്കൾ വിഷമിക്കേണ്ട, മറ്റുള്ളവർ ചൊറിയുന്നുണ്ട്. താങ്കളുടെ ഒരു കുറവും എനിക്ക് അനുഭവപ്പെടുന്നില്ല കേട്ടോ. അതുപോലെ ശങ്കർ പറയുന്ന ഒരു യൂട്യൂബ് സന്ദേശം, വീട് പണി കഴിഞ്ഞപ്പോൾ ഗൃഹനാഥൻ പുറത്ത് ഭാരതം കെട്ടിപ്പടുക്കാൻ മെനക്കെട്ട നെഹ്റുവിനെ ഇപ്പോൾ ഭരണകർത്താക്കൾ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നെഹ്റുവിന് അങ്ങനെ ഒരു പരിഗണനയൊന്നും ആവശ്യമില്ല. ചരിത്രത്തിന് മുന്നേ നടന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഒരുപക്ഷെ ജനമനസ്സുകളിലുണ്ട്. അദ്ദേഹത്തിനെ പരിഗണിക്കേണ്ട കാര്യമില്ല. പരിഗണിക്കാതെ തന്നെ അദ്ദേഹം അവിടെ കുടിയിരിപ്പുണ്ട്.